എന്തോ പറയാൻ താല്പര്യമില്ലാതെയൊക്കെ പറയുന്ന പോലെ. വീട്ടിലാണ്. അതെ, വളരെ ചുരുക്കം നാളുകളായുള്ളൂ, 1 month ആയുള്ളൂ. അപ്പൊ ആള് ആസിഫിനെ കൊണ്ട് ഒരു കഫേയിൽ പോയേക്കുവാണ്. അവിടുത്തെ ആൾക്കാർ പത്തിന്ന് ഏതോ അടിമേനെ വാങ്ങിച്ചുകൊണ്ട് വന്ന പോലെ. പറയുന്നവര് പറയട്ടെ, പോകാൻ പറയാമല്ലോ. അതെ, അത്രേ ഉള്ളൂ. ചെയ്യാൻ പറ്റാതെ മിസ്സായി എന്നുള്ളതല്ലേ. മലയാളത്തിൽ അത് ശ്യാം പ്രസാദ് സാറിന്റെ ഫഹദും ആനഗസ്റ്റിനും അത് രക്ഷപ്പെട്ടു. ആസിഫ് കുടുങ്ങിയതുകൊണ്ട് ഞാൻ കുടുങ്ങാതെ വന്നു. അതെനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി പാളി പോയിട്ടുള്ള കഥകൾ എനിക്ക് അറിയായിരുന്നു പാളുവെന്ന്. ജർമ്മൻ ഇനി റിസൾട്ടുള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 2 അതിഥികൾ. ഈ 2 പേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ, ഒരു മാറ്റമില്ല. കാരണം ഈ ലെവൽ ക്രോസ് സിനിമ ഇതിനു മുമ്പ് ഇന്റർവ്യൂ എടുത്തപ്പോഴും നമുക്ക് ഡയറക്ടറെ കിട്ടി, പക്ഷേ അമല പൊണ്ണ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയാണ്. ഒത്തിരി സന്തോഷം. സിനിമ സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി നമ്മളോട് വലിയ യാത്ര ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ തുടങ്ങുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഇവരുടെ ഇന്റർവ്യൂ എടുത്ത് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഫുഡ് കഴിച്ചത് അമല കൊണ്ടേ കുക്ക് ഉണ്ടായിരുന്നുണ്ടെന്നാണ്. ശരിക്കും അതെ, അയ്യപ്പന്റെ മസാല ദോശയും ഓംലെറ്റും ആയിരുന്നു ഞങ്ങളവിടെ. പിന്നെ മമ്മി വീട്ടിൽ നിന്ന് തന്നു വിട്ട അച്ചാറുകള്. ആ പിക്കിളിന്റെ കഥ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നീട് അത് കാലിക്കുപ്പി എടുത്ത് ഇങ്ങനെ മണത്തുമെടുത്ത് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു. അതെ, ആസിഫൊക്കെ അധികം എടുക്കണ്ട, കുറച്ചെടുത്താ മതി. ആ കഥ കുറെ രസമായിട്ട് കഥകളൊന്നും സംസാരിച്ചോട്ടോ. ഇല്ലാത്തോണ്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ ഇന്ന് തിരിക്കണം. അതെ, ഇതായിരുന്നു അവിടെ മെയിൻ ആയിട്ട്. മറ്റേ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ടെന്റ് ആയിരുന്നു അവിടെ, ക്യാരവാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാം കുറച്ചെടുത്തിട്ട് ബാക്കി അയ്യപ്പ വരാൻ വേണ്ടി കാത്തിരിക്കും. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഫുഡ് കിട്ടാതെ അലയുന്ന ആത്മാക്കളെ പോലെ. അത് വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിരിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് മമ്മി കൊടുത്തുവിട്ട കുറെ സാധനങ്ങൾ. അതെ, അച്ചാറുകള്. പിന്നെ ഹോട്ടലിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ അയ്യപ്പ പോയി സ്പെഷ്യൽ ആയിട്ട് കഷ്ടപ്പെട്ട് മസാല ദോശയും മുട്ട ഓംലെറ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് വരും. ഞങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട്, ഐ തിങ്ക് ഐ വിൽ ബി പോസ്റ്റിംഗ് ഇറ്റ്. ഞങ്ങൾ മസാല ദോശ കണ്ട സന്തോഷത്തിൽ എല്ലാവരും കൂടെ പാട്ടുപാടി കഴിക്കുന്നത്. ഭയങ്കര എൻജോയ് ചെയ്തൊരു ഇതാണ്. ഒരു കുടുംബത്തിൽ നമ്മളൊരു വീട്ടിലിരുന്ന് ഷൂട്ട് ചെയ്യുന്ന സിനിമ പോലെയായിരുന്നു. ആക്ച്വലി അർഫാസിന്റെ കൊച്ചുണ്ടായിരുന്നു, അജ്ജു. ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. ഹിസ് വൈഫ് വാസ് ദേർ. ഇറ്റ് വാസ് ഫൺ. അർഫാസിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു യാത്രയാണ് ഈ സിനിമ, അല്ലേ? ജിത്തു സാറിൽ നിന്നും കൊണ്ട പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടെടുത്തൊരു സിനിമ. അവിടെയാണ് ഈ സിനിമയുടെ ഒരു വിജയവും ഈ സിനിമ നമുക്ക് അത്രമാത്രം നമ്മുടെ ആഴത്തിൽ ഉള്ളിലേക്ക് പതിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അമലെ ഉൾപ്പെടെ ഉള്ള ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു, അല്ലേ? അതെങ്ങനെയാണ്? അതെ, സാറിന്റെ പേരുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇവരോടത്തൊക്കെ ആക്സസ് കിട്ടുന്നതും. സാർ തന്നെയാണ് അമലേനെ ഫോൺ ചെയ്ത് പറയുന്നതും. അപ്പോൾ സാറിന്റെ പേര് ഇതിൽ അറ്റാച്ച്ഡ് ആവുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആസ് വെൽ. സാറിൻ്റെ പേര് വരുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് അത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുമായിരിക്കാം. പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. ബിക്കോസ് ഹിസ് നെയിം ഇസ് ഇൻവോൾവ്, സോ ഐ ഷുഡ് മേക്ക് ഹിം ലുക്ക് ബാഡ് ബിക്കോസ് ഈസ് ഗിവൻ ദ നെയിം. സോ വീവ് ഓൾ പുട്ട് ഇൻ അവർ എഫേർട്സ്. നമ്മൾ മാക്സിമം അത് നന്നാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 26 ജൂലൈയിൽ പടം റിലീസ് ആവുകയാണ്. സോ ലെറ്റ് ദ ഓഡിയൻസ് ഡിസൈഡ്. അല്ല, അമലെ സംബന്ധിച്ച് ഒത്തിരി ഡയറക്ടർമാരുടെ കൂടെ മറ്റ് ലാംഗ്വേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. അർഫാസ് എന്നൊരു പുതുമുഖൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ജിത്തു സാർ എന്നെ വിളിക്കുന്നത്, ആ പോകുമ്പം എങ്ങനെയായിരുന്നു? അർഫാസ് ആണ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ജിത്തു സാറിൻ്റെ കൂടെ അസോസിയേറ്റ് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ടുന്ന ഒരു വ്യക്തി, എങ്ങനെയാണ് അമല അത് ഉൾക്കൊണ്ട് പോകുന്നത്? ജിത്തു സാർ എനിക്ക് അർഫാസിനെ കുറിച്ച് തന്ന ഇൻട്രൊഡക്ഷൻ അങ്ങനെയായിരുന്നു. പുള്ളി വളരെ സ്പെഷ്യൽ ആയിട്ടാണ് പറഞ്ഞത്. ആൻഡ് ഈ സൈഡ് ഇതൊന്ന് കേട്ട് നോക്കി, എന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ് സംഭവമാണ്. ആൻഡ് ഓൾസോ പുള്ളി പറഞ്ഞത് അർഫാസ് അമലനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചു. അപ്പം ഒന്ന് മീറ്റ് ചെയ്യാൻ ഉള്ള രീതിയിൽ അത് എനിക്ക് കോള് വരുന്നത് ഒരു വളരെ ഒരു സ്പെഷ്യൽ മൊമെന്റിൽ, ഞാൻ ഒരു ഡിവൈൻ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാറിലേക്ക് കയറുമ്പോഴാണ് ഈ കോള് വരുന്നത്. അപ്പം ഞാനിങ്ങനെ നിമിത്തങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഇതിലെന്തോ ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ വിത്തിൻ ഫ്യൂ ഡേയ്സ്, പിറ്റേ ദിവസം തന്നെ എന്തോ ഞാൻ ഒരു ബാലിയിലേക്ക് ഒരു ട്രിപ്പ് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മീറ്റ് ചെയ്തു. കഥ കേട്ടപ്പോൾ തന്നെ ഐ വാസ് വെരി വെരി ഹാപ്പി. ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ട് നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലൊക്കെ കേൾക്കും, പക്ഷെ നമുക്കത് അത്ര ഒരു ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നില്ല. പക്ഷെ ഇതെനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്നുകൂടെ ഹാപ്പിയായി, ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആയില്ല.
ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഓ കൊള്ളാലോ, അടിപൊളി സംഭവം എന്ന് തോന്നി എനിക്ക് കേട്ടപ്പോൾ. ഈ ഇരിക്കുന്ന ആളല്ല ഡയറക്ഷനിൽ വരുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇരിക്കുന്ന ആള് തന്നെയാണ് ഡയറക്ഷനിൽ വരുമ്പോൾ, പക്ഷെ ആളുടെ ചിന്തകൾ പടം കാണുമ്പോൾ മനസ്സിലാവും. ഓരോ ക്യാരക്ടറിലൂടെയും ട്രാവൽ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറെല്ലാം ഈ ആളിൽ നിന്ന് തന്നെയാണോ ഉണ്ടായതെന്ന് നമ്മൾ ആലോചിക്കും. കാരണം അത്രയും ഒരു സിമ്പിൾ സ്വീറ്റ് ഹ്യൂമൻ ബീങ് ആണ്. യുനോ ഇറ്റ്സ് ബിക്കം ലൈക്ക് മൈ ഡിയർ ഫ്രണ്ട് ആൻഡ് ഫാമിലി നൗ. ഈ മനുഷ്യൻ ഇത്രയും ഡാർക്ക് ആൻഡ് യുനോ ലൈക്ക് ക്രേസി ക്യാരക്ടേഴ്സിനെ എങ്ങനെ എഴുതിയെടുത്തു എന്നുള്ളത് ഞങ്ങൾ കളിയാക്കാറുണ്ട്, ഞാനും ആസിഫൊക്കെ. ബട്ട് ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡയറക്ടറാണ്. ഈസ് വെരി ടാലൻറ്റഡ്. ഇറ്റ് വാസ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് ഹിം ഇൻ ടേംസ് ഓഫ് ആൾ എക്സ്പെക്ട് ചെയ്യുന്നത് യുനോ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ സീനിൽ ആൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഡെപ്ത് ഉണ്ട്. ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഒത്തിരി ലെയേഴ്സ് ഉണ്ട്. യുനോ എൻ്റെ ക്യാരക്ടറിനായാലും ആസിഫിൻ്റെ ആയാലും ഷറഫുദ്ദീൻ്റെ ആണെങ്കിലും. അപ്പം ഈ ലെയേഴ്സ് ഉള്ള ക്യാരക്ടർ നമ്മൾ പെർഫോം ചെയ്യുമ്പം എപ്പോഴും കുറച്ച് അതൊരു കൺഫ്യൂസിങ് ആവാറുണ്ട്. എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഒത്തിരി കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അർഫാസിന്. പുതിയ ഡയറക്ടേഴ്സിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ക്ലാരിറ്റി കുറവുണ്ടാവും, കൺഫ്യൂസ്ഡ് ആവും. അപ്പം പിന്നെ അതുപോലെ നമുക്കൊരു ഫീഡ്ബാക്ക്, എനിക്കൊക്കെ ഒത്തിരി ഡയറക്ടേഴ്സ്, ഞാൻ ഭയങ്കര ഡയറക്ടർ ഡിപ്പെൻഡന്റ് ആക്ടറാണ്. അപ്പം ഡയറക്ടറിന്റെ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഐ വാസ് കംപ്ലീറ്റ്ലി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്കിംഗ് വിത്ത് ഹിം. യാ, ദാറ്റ് വേ. തീർച്ചയായിട്ടും എനിക്ക് അർഫാസ് എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞ കഥകളൊക്കെ ഞാൻ വീണ്ടും അന്ന് പറഞ്ഞ ബോംബെയിലുള്ള ജീവിതവും ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞ കഥകളാണ്. അമല കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ആ വീഡിയോ. ആ കഥകളൊക്കെ ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തത്. താങ്കളെ ആ പ്രേക്ഷകർ അത്ര ഇഷ്ടപ്പെട്ടു. എൻ്റെ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് പറഞ്ഞ് പൂജപ്പെട്ടികളെ കണ്ട കാര്യവും ഫോൺ ചെയ്ത് വിളിച്ച ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അമലയെ പോലെ ഒരു ആക്ടറെയാണ് കയ്യിലേക്ക് കിട്ടിയത് അല്ലേ? അത് നമ്മൾ ഈ സിനിമ കാണുമ്പോഴാണ് അമലയെ എന്തുമാത്രം നമ്മൾ ഈ കഥാപാത്രത്തെ ഉപയോഗിച്ച് നമ്മൾ സിനിമ കണ്ടാണ് പറയുന്നത്. അമലയെ കൈ കിട്ടുമ്പോഴുള്ള ഒരു ഭയം ഉണ്ടല്ലോ. അമല എത്രയോ സിനിമകൾ ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു, അത്ര ഒരു ആക്ടറെയാണ് കിട്ടുന്നത്. അതെങ്ങനെയാണ് നമ്മളൊരു മനസ്സിൽ ഉറച്ച് തീരുമാനത്തിലേക്ക് പോകുന്നത്? എനിക്ക് ഭയം ഉണ്ടായിരുന്നത് അമലയെ കിട്ടുമോ എന്നുള്ളതായിരുന്നു ഭയം. അതെ, അമലയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടറിന് എന്ത് വേണം അത് അമലയിലുണ്ട്. ഐ ജസ്റ്റ് ഹാവ് ടു guide her the right way, give her the right brief and I'll get it. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ അമലയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് ഹാവ് ദി ആക്സസ്. അപ്പോൾ എനിക്ക് അമലയെ കിട്ടില്ല എന്നുള്ള ഏകദേശം ഒരു ഉറപ്പായ ഒരു സ്ഥിതിക്ക് എന്നോട് പലരും വന്നിട്ട് പറഞ്ഞു, അല്ല അമലയെ കിട്ടിയില്ലേ കുഴപ്പമില്ല, എനിവേസ് ഷീ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ഞാൻ കേട്ട കാര്യങ്ങളാട്ടോ. ഷീ ഈസ് ഗോട്ട് ടാൻട്രംസ്, ഷീ ഈസ് ഗോട്ട് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടു. ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഈ പ്രശ്നങ്ങളൊക്കെ ഓരോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫിലിം ക്രൂന്ന് ഇങ്ങനെയൊക്കെ സംസാരം വരാനുള്ള കാരണം എന്താണ്? ഒന്ന്, അവർക്ക് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും അവർ റിയാക്ട് ചെയ്യുക. രണ്ട്, അവർ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി കലാകാരല്ലേ, അവർക്ക് കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ the best actors will ask you a lot of questions because they want to improve. So I was very confident. I have very clear picture of what this character is, Chaitali is. I just had to guide her. So I was like, no, I'm very confident. I will handle. പക്ഷേ I was ready to handle. I don't know how I'll handle, but I said I'll handle. But when she came to the set, I realized എല്ലാം കേട്ടതൊക്കെ നുണയായിരുന്നു എന്നുള്ളപ്പോഴാണ് മനസ്സിലായി. All she is asking is, is this right? Is this character? We are only discussing about the character, about the performances. അപ്പോൾ I felt that എനിക്ക് ഈ സിനിമ എത്രത്തോളം നന്നാവണം, ഈ കഥാപാത്രം എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആഗ്രഹം അമലയ്ക്കുണ്ട്. ദാറ്റ് So I was like very happy that okay, my choice was right. എനിക്ക് തോന്നുന്നു അമല ഇപ്പോൾ പറഞ്ഞ പോലെ പല ആളുകളും പലതും പറഞ്ഞു തന്നല്ലോ. എന്തിനാന്ന് പറയാം, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അമലയെ അയക്കാലും കിട്ടുന്നില്ല, എങ്ങനെയെങ്കിലും അർഫാസ് പടം തുടങ്ങട്ടെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് പവൻ കുമാർ, ഞാൻ ഒരു തെലുഗു യൂടേണിന്റെ ഒക്കെ ഡയറക്ടർ, ഞങ്ങളൊരു തെലുഗു സീരീസ് ചെയ്തിരുന്നു. പുള്ളി ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് അമലിനെ കുറിച്ച് ഇങ്ങനെ അമൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് വർക്ക് ചെയ്യാനായിട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് ഹി സെഡ് യു ആർ സച്ച് എ സ്വീറ്റ് പേഴ്സൺ ആൻഡ് ലൈക്ക് ദർ ഇസ് നത്തിങ് ലൈക്ക് വാട്ട് ഐ ഹേർഡ് അബൌട്ട് യു. നമ്മളായിട്ട് അടുക്കുമ്പോഴല്ലേ അറിയുള്ളൂ അമലയെ കുറിച്ച് ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ സംസാരമുണ്ട്. അമലയുടെ അടുത്ത് അവർ വന്നാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ അമല എങ്ങനെയാണെന്നുള്ളത്. അതെ അതെ, ഒരാളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്യാം. ഇപ്പൊ അവരിപ്പോ നമുക്ക് അൺപ്ലസന്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മൾക്ക് ലൈക്ക് ഐ ഫീൽ നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ ഇറ്റ്സ് പക്ഷെ ഞാൻ അമലയെ കണ്ടിരിക്കുന്നത്, എനിക്ക് അമലയോട് വീണ്ടും റെസ്പെക്ട് തോന്നിയ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ആടിന്റെ സമയത്ത്, ആടുജീവിതത്തിന്റെ സമയത്ത് അമല പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാവുന്നതിന് മുമ്പ് എടുത്ത ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ലോഞ്ചിന്
ലുലുമാളി വരുന്ന നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ്. ബിഗ് സല്യൂട്ട് താങ്ക് യു താങ്ക് യു. ഉള്ളത് തന്നെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് അത് നമ്മൾ സംസാരിച്ചു, അന്ന് വന്നതാണ്. ഈ സിനിമയാണ് നമ്മുടെ ജീവിതം. സിനിമ ഒരു കലാകാരനും ഒരു കലാകാരിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അത് നമ്മൾ അവരോട് സഹകരിക്കണം. അതിന് ഏറ്റവും മാതൃക കാണിച്ച ഒരു നടി എന്ന നിലയിൽ അമലയാണ് ഏറ്റവും നല്ല നടി എന്ന് ഞാൻ പറയാം. ഒരു മാറ്റമില്ല. ഞാൻ പറയും അരി വാങ്ങണ്ടേ, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അതെ, പറയുന്നവര് പലതും പറയട്ടെ. അതെ അതെ, അത് ഈ സിനിമയോടുള്ള ആത്മാർത്ഥയാണ്. അതെ, നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രത്തിനുള്ള ആത്മാർത്ഥത. ആബ്സല്യൂട്ട്ലി. കാരണം നമ്മൾ അത്രയും ലവോട് കൂടിയാണ് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമയും ചെയ്യുന്നത്. അത്രയും എനർജി, അത്രയും ഹാർഡ് വർക്ക്. അതുപോലെ യുനോ ഇപ്പം അർഫാസിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. ഒരു ഇത്രയും വർഷത്തെ 14 ഇയേഴ്സിലെ ഹാർഡ് വർക്കിന് ശേഷം വരുന്ന ഒരു ഫിലിമാണ്. അപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ യുനോ ഇതിന്ന് മാറി നിൽക്കായിരുന്നു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി. ഈവൻ ദോ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതെ ലേറ്റ് ആയി, ബിക്കോസ് ഉറങ്ങിയിട്ടില്ല രാത്രി. പക്ഷെ എന്നാലും എനിക്ക് പറ്റത്തില്ല. ഐ ബി വെരി ഗിൽറ്റി. എനിക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. അപ്പൊ അതിനേക്കാളും പേര് ഞാൻ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ പുഷ് ചെയ്ത് വരും എന്നുള്ളതാണ്. അല്ലെന്ന് വന്നത് നമ്മളോട് സംശയം. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പൊ കൊച്ചു കരയുന്നോർത്ത് പോലെ ഞാൻ എല്ലാ ഇന്റർവ്യൂ തീർത്തിട്ടാ പോകുന്നത്. അല്ലെ, നമ്മൾ വന്ന് കയറിയപ്പോ അവിടെ ആലോചിക്കണം, കുട്ടി വീട്ടിലാണ്, അതെ, വളരെ ചുരുക്കം നാളുകളായുള്ളൂ, 1 month ആയുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ വന്നിരിക്കേണ്ടി. അതാണ് ഒരു ആത്മാർത്ഥം. അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകുന്നോണ്ട് തീരുന്നില്ലല്ലോ അമല നമ്മുടെ ബാധ്യത ഒരിക്കലും. ആ സിനിമയുടെ പ്രൊമോഷൻ കൂടെ ഉള്ളപ്പോഴാണ് ആ സിനിമ മൊത്തം തീരുന്നത്. ഇനി ഞാൻ ഇതിനു മുമ്പ് ടീച്ചർ സിനിമയ്ക്കാന്ന് തോന്നുന്നു നമ്മൾ ഒരുമിച്ചിരുന്നത്. അതെ അതെ, ഇന്റർവ്യൂ ചെയ്ത്. അതെ, കറക്റ്റ്. നമ്മളിരുന്നത് അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന ആളാ. പറയുന്നവര് പറയട്ടെ അമല, പോകാൻ പറയാ അവരോട്. അതെ, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴേ വിട്ടതാ. അതെ, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇപ്പൊ പറഞ്ഞു കേട്ടോ. എന്തായാലും അമല ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമയുടെ നമ്മൾ നേരത്തെ ഇന്റർവ്യൂ എടുക്കുന്ന കുറെ കാര്യങ്ങൾ ആസിഫിനെ നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. അമലയ്ക്ക് ആസിഫിനെ കണ്ടു തിരിച്ചറിഞ്ഞു. ആസിഫ് എന്നോട് പറഞ്ഞ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരും, തിരിച്ചു വരും, ഇത് ഏതാളെന്ന് അറിയുന്നില്ല, മേക്കപ്പ് ഇട്ടാണ് ഇറങ്ങി വന്നെ, മേക്കപ്പ് ഇല്ലാതെ ആള് പോകുന്നു, തിരിച്ചറിയുന്നില്ല. ഹോട്ടലുകാർ പോയി ഇത് ആരാന്ന് അറിയണം, പിന്നീടാണ് മനസ്സിലായത്. പിന്നെ അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മേക്കപ്പോട് തന്നെയാണ് ഞങ്ങള് കോസ്റ്റ്യൂമിൽ തന്നെ വരാൻ തുടങ്ങി. അപ്പൊ അവിടെ ഹോട്ടലിലുള്ള ആൾക്കാരൊക്കെ ഇത് ഏതാണ് ഈ അലവലാദികൾ, ഇത് എവിടെ നിന്ന് വരുന്നു, അവിടെ മറ്റേ ഫോറിനേഴ്സ് ഒക്കെ ഒന്ന് താമസിക്കും, അവര് ചേർക്കും ഇത് ബാക്കിൽ കൂടെ പോയിട്ട് ആൾക്കാർ എന്താ ഇതിൽ കൂടെ വരുന്നത്. ഞാനും ആസ്വദിച്ചിരിക്കും, ദൈവം ഇവരുടെ നോട്ടം നോക്കിയേ, അത് ഏതോ അടിമകളെ പിടിച്ചുകൊണ്ടെന്ന് വരുന്ന പോലെയാണ് അവരുടെ എക്സ്പ്രഷൻ. ജീവിതം അങ്ങനെയായി. കാരണം ഒരു ദിവസം ഒരു ഭയങ്കര ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടായത്, ഞങ്ങൾ തിരിച്ച് സെറ്റിന്ന് വരുവാണ് ഹോട്ടലിലേക്ക്. അപ്പം ആസിഫിനപ്പം ഒരു ഹി വാണ്ടഡ് ടു യൂസ് ദ റെസ്റ്റ് റൂം എമർജൻസി വന്നു. അപ്പൊ എന്റെ ഡ്രൈവർ ആണെങ്കിൽ യു റിമെമ്പർ ദാറ്റ് ഗൈനോ, നല്ല വെൽ സൂട്ടഡ്, എപ്പോഴും സൂട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ആസിഫ് ഈ കോസ്റ്റ്യൂമിൽ ആളുടെ ഇത്രേ ഉള്ളൂ. അപ്പൊ ആൾ ആസിഫിനെ കൊണ്ട് ഒരു കഫേയിൽ പോയേക്കുവാണ്. അവിടുത്തെ ആൾക്കാർ പത്ത് ഏതോ അടിമേനെ വാങ്ങിച്ചുകൊണ്ട് വന്ന പോലെ ഇത്ര സൈസാണ്. എന്റെ ആള് പുള്ളി ആസിഫിനോട് യു വോണ്ട് കോഫി, അടിമേനെ കാപ്പി. അതെ അതെ, ആസിഫ് എയർപോർട്ടിൽ കുടിക്കുക കഥയൊക്കെ അറിയാലോ അല്ലേ? അതെനിക്ക് അറിയത്തില്ല. ആസിഫ് 1.5 മണിക്കൂർ എയർപോർട്ടിൽ കൊടുക്കേണ്ടി വന്നു. 6 മണിക്കൂർ സോറി 6 ഇതിനു വേണ്ടിട്ടോ. അത് കേട്ടായിരുന്നു. അത് രക്ഷപ്പെട്ടു. ആസിഫ് കുടുങ്ങിയതുകൊണ്ട് ഞാൻ കുടുങ്ങാതെ വന്നു. അതിനുവേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. ഞാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വരാനൊക്കെ എളുപ്പമായി. അതെ അതെ അതെ, ചെയ്യുന്ന സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പല സിനിമകളും സെലക്ട് ചെയ്യുന്ന കാര്യം, ചില സിനിമകൾ നമുക്ക് പരാജയപ്പെടാം, വിജയിക്കാം. സെലക്ഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അമല? ടു മേക്ക് ഇറ്റ് സിമ്പിൾ, ഞാൻ ഒരു കഥ കേൾക്കുമ്പം എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന വരത്തില്ല. എനിക്ക് കാണാനായിട്ട് എനിക്ക് കുറച്ചൊക്കെ എൻ്റെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന പരിപാടികളുണ്ട്. അപ്പോൾ സ്റ്റോറി കേൾക്കുമ്പം അതായിരിക്കും എന്നെ ഹുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ സിനിമ ഞാൻ കാണുന്ന സിനിമയാണ്, അപ്പോൾ എനിക്ക് അതിലേക്ക് എൻ്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ മെയിൻ നോക്കുന്നത്. അതെ, സബ്ജക്റ്റ് കേൾക്കുള്ളൂ. അപ്പോൾ എവിടെയൊക്കെ എന്നെ ഇത് സർപ്രൈസ് ചെയ്തു, എവിടെ എന്നെ ഹുക്ക് ചെയ്തു, എവിടെ എന്നെ എക്സൈറ്റ് ചെയ്തു, എവിടെയാണ് എനിക്ക് കുറച്ച് ലോ പോയിന്റ്സ് തോന്നിയത്, അതുപോലെ ആ ക്യാരക്ടർ എത്രത്തോളം, ഞാനത് കേൾക്കുമ്പോൾ ചില സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ ക്യാരക്ടർ അപ്പം തന്നെ നമ്മൾ ഹുക്ക് ചെയ്യും. ഓ, ഇത് ചെയ്യണം, അടിപൊളിയായിരിക്കും, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ചിലത് ഒരു സ്ലോ ബേണർ പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഒരു 3-4 ഡേയ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് ജഡ്ജ് ചെയ്യുന്ന കഥകൾ പാളി പോകാറില്ലേ? പിന്നെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി പാളി പോയിട്ടുള്ള കഥകൾ എനിക്ക് അറിയായിരുന്നു പാളുമെന്ന്. പക്ഷെ എന്നാലും വേറെ എന്തെങ്കിലും ഗുഡ് ഫാക്ടേഴ്സ് നോക്കിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുണ്ട്. അങ്ങനെ കൈ കൊടുക്കുന്നത്. മലയാളത്തിൽ വേണ്ടത്ര സിനിമകൾ എനിക്ക് തോന്നുന്നു അമല ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ടീച്ചറുമായിട്ട് വരുന്നത്.
പിന്നെ ഇപ്പൊ ഇതെല്ലാ ലാംഗ്വേജിലും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നു മലയാളത്തിൽ എന്താണ്? അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഞാൻ കെഡാവർ പ്രൊഡ്യൂസ് ചെയ്തു 2019. പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് വന്നു. പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ കോവിഡും കൂടെ വന്നപ്പോൾ നമ്മൾ 2019 തന്നെ റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു. കോവിഡ് വന്നുകൊണ്ട് അത് 2022 എത്തി. അപ്പോൾ അതിൻ്റെതായ കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിലേക്ക് ഒത്തിരി ടൈം കൊടുക്കേണ്ടി വന്നു, ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ മൊത്തത്തിൽ ആ കോവിഡ് വന്നതിന് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊരു ഓർഗാനിക് ആയിട്ട് വന്നൊരു ബ്രേക്കാണ് അത്. ആക്ച്വലി പ്രൊഡക്ഷൻ എൻജോയ് ചെയ്യുന്നുണ്ടോ? പ്രൊഡക്ഷൻ ഞാനിപ്പോൾ കെഡാവറെ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ നടക്കുന്ന ഈ പ്രൊഡക്ഷൻ ഇപ്പൊ റിലീസ് പുതിയതായിട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പൊ അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിലേക്ക് എൻജോയ്മെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാ കഥകളും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ? എനിക്ക് അന്ന് പറഞ്ഞു ഇവരെല്ലാവരും കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാന്ന് പറഞ്ഞു. ആസിഫാണെങ്കിൽ അമലയാണും ഷറഫാണെങ്കിൽ ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാണ്. നമ്മൾ അവതരിപ്പിക്കുന്നതിൽ ഒരു കഴിവാണ് അല്ലെ? കഥ പറയുന്ന ആളിൽ കഥ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് വേണം. പല ആളുകളും പറയുന്നത് ഓക്കും എടുത്തു വെക്കുമ്പോൾ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സിനിമകൾ പറഞ്ഞ് ഫലിപ്പിക്കാനോ, പക്ഷെ എടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലവർ പറഞ്ഞാൽ ശരിയാവില്ല, എടുക്കുമ്പോൾ പറയാൻ ഭയങ്കര മോശമായിരിക്കും. രാക്ഷസന്റെ ഡയറക്ടർ ആള് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ഞാനത് എനിക്ക് വർക്കായില്ല. എനിക്ക് തോന്നി പുള്ളിക്ക് എന്തോ പറയാൻ താല്പര്യം ഇല്ലാതെയൊക്കെ പറയുന്ന പോലെ. ആ പടം ഞാൻ വിട്ടിരുന്നെങ്കിലോ. പക്ഷെ വിഷ്ണു വിശാൽ വിളിച്ചാണ് എന്നെ കൺവിൻസ് ചെയ്തത്. ഈ സെഡ് ആളങ്ങനെയാണ്, റാം അങ്ങനെയാണ്, ഭയങ്കര ഷൈ ആണ്, ഇൻട്രോവേർട്ടഡ് ആണ്, ബട്ട് യു ട്രസ്റ്റ് മീ. എന്നിട്ട് വിഷ്ണു ആണ് എനിക്ക് കഥ പറഞ്ഞു തന്നത്. ബട്ട് സീ ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി. ഏറ്റവും വലിയ മിസ്സാണ്. ഒരു കഥാപാത്രമാണ് മലയാളികളുടെ മനസ്സിൽ ഇന്നും ഓർക്കുന്ന കഥാപാത്രം. അതെ. ഇന്നലെയും കൂടെ കോളേജിൽ ഒരു സ്റ്റുഡന്റ് പറയുന്നു, ചേച്ചി രാക്ഷസന് ഒരു രക്ഷയില്ല, ഞാൻ പേടിച്ചു പോയി കണ്ടിട്ടെന്നൊക്കെ. അത് തന്നെ ചോദിച്ചു വന്നത്. അർഫാസിനെ സംബന്ധിച്ച് ജിത്തു സാറിന്റെ ക്ലാസ് ആണ്. അപ്പൊ അവതരണ സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ജിത്തു സാറ് കഥ പറയുന്നത് പ്രത്യേക രീതിക്കാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു രീതിയൊക്കെ ഒത്തിരി ഗുണം ചെയ്തിട്ടില്ലേ? ഞാൻ അത്ര നല്ലതായിട്ട് കഥ നറേറ്റ് ചെയ്യുന്ന ആളല്ല. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഞാൻ അധികം സംസാരിക്കാറോ സോഷ്യലി ഒക്കെ ഗാദറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോറാവില്ലേ എന്ന് വിചാരിച്ച് ഒഴിവാകുന്ന ആളാണ്. എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ചളിപ്പുള്ള ആളാണ്. അത് കാരണം ഐ എം നോട്ട് എ വെരി ഗുഡ് നറേറ്റർ. പക്ഷേ ഈ സ്റ്റോറി എനിക്ക് ഭയങ്കര ബൈ ഹാർട്ട് എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു, അത് ക്ലിക്കായി. താങ്ക് യു. ബട്ട് നറേഷൻ അല്ല എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ്. നറേഷനൊന്നും അല്ല. നന്നായിട്ട് നറേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പലരും, യുനോ. പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല. പക്ഷെ സിനിമ പക്ഷെ ആ ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ ഞാൻ അംഗീകരിക്കും. പക്ഷെ സിനിമയിൽ ആ കഴിവ് കാണിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. ഇനി ഞങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ആ കഴിവായിരിക്കും. അതിന്റെ ഉദാഹരണം ഇപ്പൊ രാക്ഷസന്റെ കാര്യം പറഞ്ഞത്, അങ്ങനെ ഒരു ഉദാഹരണം എടുത്ത് മുന്നിൽ വെച്ചോണ്ടാണ് ഇപ്പൊ അമല പറഞ്ഞു തന്നിരിക്കുന്നത്. ഐ തിങ്ക് അർഫാസ് ഹി നറേറ്റഡ് ഇറ്റ് വെരി വെൽ. ആൻഡ് അർഫാസിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം ക്ലൈമാക്സിൽ തന്നെ ഞങ്ങൾ ഒരു സീൻ റീഷൂട്ട് ചെയ്തായിരുന്നു, ക്ലൈമാക്സ് സീൻ. ബിക്കോസ് അത് വർക്ക്ഔട്ട് ആയില്ല, യുനോ. ആൻഡ് ദെൻ ഞങ്ങൾ പിന്നെയും ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തപ്പോൾ ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ. അപ്പോൾ ഒരു പുതിയ ഡയറക്ടർ അത്രയും യൂഷ്വലി പുഷ് ചെയ്യാറില്ല. ബട്ട് ഹി റിയലി പുഷസ് ബിക്കോസ് ഹി ഹാസ് ക്ലാരിറ്റി. ആൻഡ് ആൾക്കറിയാം ആൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പം ഈ ഫിലിം ആളുടെ മൈൻഡിലുണ്ട്. അതാണ് ഇപ്പം, യുനോ, ലെറ്റ്സ് ഹോപ്പ്. അതെ, തീർച്ചയായിട്ടും. അമലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ, വേണ്ട എന്ന് വെച്ച സിനിമകൾ ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഏത് ഓർത്തെടുക്കാൻ പറ്റും? ഇന്ന് വേറൊരു ഇന്റർവ്യൂല് ഞാനിത് അവർ ചോദിച്ചിട്ട് പറഞ്ഞതാ. എനിക്ക് ചെയ്യാൻ പറ്റാതെ മിസ്സായി എന്നുള്ളതല്ലേ. മലയാളത്തിൽ അത് ശ്യാം പ്രസാദ് സാറിന്റെ ഫഹദും ആനഗസ്റ്റിനും ചെയ്ത ഒരു പടമല്ലേ. അതിൽ ഫഹദ് ഒരു ബ്ലൈൻഡ് പെയിന്ററാണ്. ആനിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. പേരെനിക്ക് ഞാൻ മറന്നുപോയി. ആ ഫിലിം ശ്യാം സാർ ഫസ്റ്റ് എൻ്റെ അടുത്താണ് നറേറ്റ് ചെയ്തത്, പിച്ച് ചെയ്തത്. അത് ചെയ്യാനായിട്ടെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ്. ബട്ട് ഡേറ്റ് ക്ലാഷ് വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതെ, ഡേറ്റിന്റെ ഒരു ഇതിൽ മാറിയത്. അതിന്റെ തെലുഗു ഫിലിമായിട്ട് ഒരു ക്ലാഷ് ആയി, അങ്ങനെ മാറിയതാണ്. ചെയ്തു വെച്ചിരുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയുക? ചെയ്തു മലയാള സിനിമ എല്ലാം സ്പെഷ്യൽ ആണ്, എല്ലാം അല്ലേ. അതിൻ്റെതായ ഓരോ, അതും കുറച്ച് ഫിലിംസ് അല്ലേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ലവ് ഉണ്ട്. ലൈക്ക് ഓരോ, ഇപ്പം റൺ ബേബി റണ്ണില് ഞാൻ ചെയ്ത രേണുക എന്ന് പറയുന്ന ക്യാരക്ടർ, ലാലേട്ടന്റെ കൂടെ ചെയ്ത പടം, ഒരു ഇന്ത്യൻ പ്രണയകഥ. ഇപ്പോഴും യുനോ, ലൈക്ക് ഐ വുഡ് ലവ് ടു ഡു എ ഫിലിം ലൈക്ക് ദാറ്റ്. അതിനുശേഷം എനിക്ക് അതുപോലത്തെ ഒരു ഫിലിം ചെയ്യാൻ പറ്റിയിട്ടില്ല. ആടുജീവിതത്തിലെ സൈനു വന്നിട്ടുമില്ല. എക്സാക്ട്ലി അല്ലേ. അതൊരു മാജിക് ആണ്. ഓരോ ഫിലിംസ് ഓരോ സമയത്ത് കൊണ്ടുവരുന്ന ഒരു മാജിക്. ആടുജീവിതം, സൈനു എന്നിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് വേറൊരു
ത്രില്ലാണ്, അത് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമ്പം. പിന്നെ ഇതിപ്പോൾ ലെവൽ ക്രോസിൽ ചേത്താലി എന്ന് പറയുന്നത് അഗെയിൻ ഒരുപാട് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് പ്ലേ ചെയ്ത ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഫിസിക്കലി എൻ്റെ സിമിലർ ടു മീ, ക്ലോസ് ടു മീ, ബട്ട് മെൻ്റലി ആൾ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാനായി നിന്നുകൊണ്ട് ഈ ക്യാരക്ടറിനെ മെൻ്റലി എനിക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതായിരുന്നു എൻ്റെ അതിലുള്ള ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ. പിന്നെ സെക്കൻഡ് ടൈം ഈ പടം കാണുമ്പം നോട്ട് ചെയ്യുന്ന ചില ഫിലിംസ് നമ്മൾ സെക്കൻഡ് ടൈം കാണുമ്പോഴും നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു ഐ ഹോപ്പ് ലെവൽ ക്രോസും സെക്കൻഡ് ടൈം കാണുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് പെർഫോമൻസിലാണെങ്കിലും ഒരുപാട് ഡീറ്റെയിൽസ് പല സ്ഥലത്തും തോന്നും. അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തതാണ്. സോ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ഫിലിംസും ഇറ്റ്സ് ഓൾവേസ് എ ഡിഫറെന്റ് ഫീലിംഗ്. ഇനിയൊരു യാത്ര, സിനിമാ യാത്ര തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യണമെന്നുള്ള കഥാപാത്രം, ആരുടെ കൂടെ ചെയ്യണം എന്നുള്ള കഥാപാത്രം മനസ്സിൽ എന്തായാലും ഉണ്ടാവും. എനിക്കുണ്ടാവും, അർഫാസിനുണ്ടാവും. ഞാൻ ആലോചിച്ചൊരു സിനിമയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആരുടെ പേര് പറയാൻ പറ്റും? എല്ലാവരും. എന്തിനാണ് ഒരാളെ അതെ, എന്തിനാണ് ഒരാളെ മാത്രമാക്കുന്നത്? എല്ലാവരും എല്ലാ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡക്ഷനിലും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് എനിക്കിനി കുറച്ചുകൂടെ ലവ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഹാപ്പി ലൈറ്റ് ഹാർട്ടഡ് റോൾസ്, ബിക്കോസ് കുറേ ഒരു ത്രില്ലർ ഒരു ജോണറിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ട്രൈ ചെയ്യണമെന്നാണ്. അതെ അതെ, ഇപ്പോഴാണ് റൊമാൻറ്റിക് ഏറ്റവും ഹൈയിൽ നിൽക്കുന്നത്. അപ്പോൾ ഐ വോണ്ട് to enjoy that even in my films. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് കറക്റ്റ് കേട്ടോ. അങ്ങനെ ഒരു കഥയും കൂടെ റെഡി ആക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു. We are on it. അത് റെഡിയാണ് ഇവിടെ. അപ്പൊ ഇനി വിടാതെ നിങ്ങൾ രണ്ടും കൂടെ യാത്ര തുടരണം. ഈ സിനിമയുടെ വിജയത്തിന് അടുത്ത സിനിമ അമല ബച്ചൻ്റെ റൊമാൻറ്റിക് സിനിമ ആയിരിക്കണം. റൊമാൻസിലും അർഫാസ് എന്തെങ്കിലും ഒരു ട്വിസ്റ്റുമായിട്ട് വരും. റൊമാൻസ് ഉണ്ടല്ലോ, പെട്ടെന്ന് നാണം വരിക. അതെ അല്ലേ, മുഖം കാണുമ്പോൾ നമുക്കറിയാലോ. അതെ, അമല സൂക്ഷിപ്പ് നോക്കുന്നുണ്ട്, നാണം വരുന്നുണ്ടല്ലോ. ഇപ്പൊ ആളുടെ മുഖം ലൈക്ക് മൈ ജഗത്ത് ആൻഡ് ആ ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ അർഫാസിന്റെ ഫോൺ വരുമ്പോ തന്നെ ജഗത്ത് പ്രഷർ കുക്കർ എന്നാണ് വിളിക്കുന്നത്. ഓൾമോസ്റ്റ് ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കർ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്തായാലും അർഫാസിന്റെ ഈ ടീം, ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, നമ്മൾ ഈ സിനിമ നല്ലതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന ഡീക്കു കമ്പനി എടുത്തോണ്ടാണ്. ദുൽഖർ കമ്പനി എടുക്കുമ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് എന്തുമാത്രം ഹൈപ്പ് ഉണ്ട് നമുക്ക് കണ്ടെടുക്കുന്നതാണ്, അല്ലാതെ സിനിമ എടുക്കില്ല. അപ്പൊ അത് ഓക്കെയാണ്, അതും നമ്മുടെ ഒരു ഭാഗ്യമാണ്. ശരിക്കും ഭയങ്കര ഹാപ്പി ആയി വേഫർ ഫിലിംസ് പ്രോജക്റ്റ് എടുത്തപ്പോൾ തന്നെ. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ഒരു എന്താ പറയാ, ഓൾറെഡി മേക്കിംഗ് ദ ഫിലിം ബിഗർ. Especially when they watched the film and then they decided no, we want to take this film. തീർച്ചയായിട്ടും. ഇന്നലെ ക്യാമ്പസിൽ പോയി അടിച്ചു പൊളിച്ചു, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ് ഈ സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ അമല. ഇനിയും മലയാളത്തിൽ സിനിമകൾ ചെയ്യണം അർഫാസ്, ഇനിയും സിനിമകൾ പറഞ്ഞവരൊന്നും ഇനിയും ഇന്റർവ്യൂസ് ചെയ്യണം. തീർച്ചയായിട്ടും അമല പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അമലയായിട്ട് ചേർന്ന് നിന്നാൽ അമല എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പുറത്തുനിന്ന് പറയുന്നത് പറയട്ടെ, പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. പറയുന്നവരും നമ്മളെ വളർച്ച വളർന്നുകൊണ്ടേയിരിക്കും. ഒത്തിരി സന്തോഷം. മറന്നു പോകണ്ട, ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും. ഇതിന്റെ 50-ാം 100-ാം ദിവസമൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കും. ഇന്ന് 100-ാം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചിന്റെ ബർത്ത്ഡേ ഉൾപ്പെടെ ആഘോഷിക്കും. ഓ വാവ്, അങ്ങനെ ആവട്ടെ. താങ്ക് യു അലി. ജർമ്മൻ ഇനി റിസൾട്ട് ഉള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.